പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി CPI. തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ ആവേശമുണ്ടാക്കിയില്ല. ലീഗ് അധ്യക്ഷനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണം തിരിച്ചടിയായി. ട്രോളി ബാഗ് വിവാദവും പത്രപരസ്യവും വിനയായെന്നും CPI റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന CPI പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലാ കൌൺസിലിലും അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമുണ്ടായത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ ആവേശമുണ്ടാക്കിയില്ല. ലീഗ് അധ്യക്ഷനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണം തിരിച്ചടിയായി. ഇത് മുസ്ലിം വോട്ടുകൾ UDF-ലേക്ക് ഏകീകരിക്കാൻ കാരണമായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ട്രോളി ബാഗ് വിവാദവും പത്രപരസ്യവും വിനയായി എന്നും CPI റിപ്പോർട്ടിലുണ്ട്. വിവാദം UDF-ൽ ഐക്യമുണ്ടാക്കി. കൂടാതെ EP ജയരാജന്റെ ആത്മകഥ എന്ന രീതിയിൽ പ്രചരിച്ച കാര്യങ്ങളിൽ സ്ഥാനാർത്ഥി സരിനെ മോശമായി ചിത്രീകരിച്ചത് വോട്ടർമാരെ സ്വാധീനിച്ചു. ഘടകകക്ഷികളെ CPM നിരന്തരം തഴഞ്ഞുവെന്നും CPI പറയുന്നു. തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷം ഒരു തവണ മാത്രമാണ് LDF യോഗം ചേർന്നത്. തെരഞ്ഞെടുപ്പ് നീക്കങ്ങളും ചർച്ചകളും ഘടകകക്ഷികളെ അറിയിക്കാതെയാണ് CPM മുന്നോട്ട് പോയത്. ഇതിനു പുറമെ നെൽകർഷകർ ധാരാളമുള്ള മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിൽ നിന്നും കർഷക വോട്ടുകൾ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചില്ല. നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങളും സർക്കാരിനോടുള്ള വിരോധവും കർഷക വോട്ടുകൾ ലഭിക്കാതിരുന്നതിന് കാരണമായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കൌൺസിലും അംഗീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ട്രോളി ബാഗ് വിവാദത്തിൽ NN കൃഷ്ണദാസ് പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ചത് തിരിച്ചടിയായി എന്നായിരുന്നു വിമർശനമുയർന്നിരുന്നത്. CPM ഏരിയ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും CPI വിമർശനം ഉന്നയിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ജനം, പാലക്കാട്.